തിരക്കില്ലെങ്കിൽ ഒരു കഥ കേട്ടാലോ? കഥ നടക്കുന്നത് ഒത്തിരി വർഷങ്ങൾക്ക് മുന്നെയാണ്. എന്തിനും ഏതിനും കൃഷിയെ മാത്രം ആശ്രയിച്ചിരുന്ന കർഷകരുടെ കാലം. അന്നത്തെ കർഷകർ അവർക്ക് ഏറ്റവും സുലഭമായി കിട്ടുന്ന അരി പൊടിച്ച് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പ്രഭാത ഭക്ഷണം കണ്ടുപിടിച്ചു. മുളംകുഴലിൽ ഉണ്ടാക്കി വിജയിച്ച ഈ വിഭവത്തിന് അവർ പിട്ട് എന്ന് പേരിട്ടു. പിന്നീട് അത് പുട്ടായി രൂപാന്തരപ്പെട്ടു. പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി മുളംകുഴലിനു പകരം പുട്ടുകുറ്റിയും കണ്ടുപിടിക്കപ്പെട്ടു. ഇത്രയും വർണ്ണിക്കപ്പെട്ട ആ പുട്ട് തന്നെയാണ് ഇന്നത്തെ താരം. പതിവിലും വിപരീതമായി ഒരു റെയിൻബോ പുട്ടുണ്ടാക്കാനുള്ള ശ്രമമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ബീട്രൂട്ട്, ക്യാരറ്റ് സിറപ്പും റാഗിയുമാണ് കേട്ടോ ഞാൻ കളറിന് വേണ്ടി ഉപയോഗിച്ചത്. എന്നാൽ ആവി കയറി വന്നപ്പോൾ ബീട്രൂട്ട് തന്റെ തനി നിറം കാണിച്ചു. ഞാനടക്കമുള്ള ക്രിയേറ്റേഴ്സ് പറയാറില്ലേ ഇത് നല്ലതാ, അത് അടിപൊളിയാണെന്നൊക്കെ. ചിലപ്പോൾ ഇങ്ങനെയുള്ള പാളിച്ചകളും പറ്റാം. ഇതും ഒരു അറിവല്ലേ. ഇവിടെ ഇപ്പോ കളർ ഇത്ര കുറവാണെന്നേ ഉള്ളൂ. രുചിയുടെ കാര്യത്തിൽ ഒരു കുറവുമില്ല.